നമസ്കാരം. ഞാൻ കോഴിക്കോട് മിനർവയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് അമൃത. ഈ അടുത്ത് നടന്ന ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാബ് അറ്റൻഡർ പോസ്റ്റിൽ 6ാമത്തെ റാങ്കായിരുന്നു എനിക്ക്. എൻ്റെ 2 വർഷത്തെ പഠനത്തിൽ മിനർവയിലെ അധ്യാപകരുടെ ക്ലാസ് നോട്ട്സും ഇവിടുത്തെ OMR വളരെയധികം ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അധ്യാപകരോട് ഒരുപാട് നന്ദി പറയണം. കാരണം വളരെ ഡീറ്റെയിൽ ആയിട്ടായിരുന്നു അവരുടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. പിന്നെ OMR നമുക്ക് എല്ലാ ആഴ്ചകളിലും OMR ഉണ്ടായിരുന്നു. എങ്ങനെയാണോ PSC എക്സാംസിൽ നമ്മൾ OMR നടത്താറുള്ളത് അതേ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പം സാധാരണഗതിയിൽ എക്സാം എഴുതുന്ന സമയത്ത് 1.25 മണിക്കൂറുള്ള എക്സാംസ് വളരെ ഈസി ആയിട്ട് 1 മണിക്കൂറിനുള്ളിലൊക്കെ ചെയ്ത് തീർക്കാൻ ഇവിടുത്തെ OMR പരിശീലനം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അധ്യാപകരെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കിട്ടുന്ന അധ്യാപകരായിരുന്നു. പിന്നെ ലൈബ്രറി നമുക്ക് ഏത് പുസ്തകങ്ങൾ നോക്കിയാലും നമ്മുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആയിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ പഠനത്തിനെ സഹായിച്ചിരുന്നതും. പിന്നെ മിനർവയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയം അവിടെ ഇരുന്ന് പഠിക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഈവൻ സൺഡേസിൽ പോലും നമ്മൾ അവൈലബിൾ ആണെങ്കിലും നമുക്ക് അവിടെ പോയി ഇരുന്ന് പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ പഠന രീതിക്ക് അല്ലെങ്കിൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി തന്ന മിനർവയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. മുഴുവൻ അധ്യാപകരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. പിന്നെ OMR വളരെ നല്ല മികച്ച OMR ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പുറത്ത് ഏതൊരു സ്ഥാപനത്തിലുണ്ടായിരുന്ന OMRനേക്കാളും കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള OMR എക്സാംസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. കൂടാതെ തന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഡെയിലി നമ്മൾ എഴുതാറുണ്ടായിരുന്നു. പിന്നെ പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഏത് ക്വസ്റ്റ്യൻസ് തന്നാലും നമുക്ക് അധ്യാപകരോട് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റാറുണ്ടായിരുന്നു. SCRT NCRT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ ആഴ്ചകളിലും മിനർവയിൽ നിന്ന് തരാറുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നു. CRT ടെക്സ്റ്റുകളായിരുന്നു. കൂടാതെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ്, പിന്നെ മിനർവയിലെ OMR ഇതുമായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത്. പിന്നെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാറുണ്ടായിരുന്നില്ല. എൻ്റെ സ്ഥാനം ഫസ്റ്റ് ബെഞ്ചിൽ സെക്കൻഡിൽ ഫസ്റ്റ് ആയിരുന്നു. അവിടുന്ന് ഞാൻ അവിടെ ആരെങ്കിലും ഇരിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. കാരണം അവിടെ ആരും ഇരിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. ഫസ്റ്റിൽ ഇരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും കുറച്ചുകൂടി ബാക്കോട്ട് ഇരുന്നാലും ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ ക്ലാസ്സിൽ ആ ബെഞ്ചിൽ അവിടെ ഞാൻ ഇരിക്കാറുണ്ടായിരുന്നു. ഏത് ക്ലാസ് ആയാലും ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും വരാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2022 ഒക്ടോബർ 16 ഞാൻ മിനർവയിൽ വന്നത്. 2024 ഒക്ടോബർ 19 മലപ്പുറം LDC. അതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പോയിട്ടുണ്ട്. ഒരു ദിവസം പോലും മടങ്ങാറുണ്ടായിരുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ സക്സസ്സിന് മുഴുവൻ കാരണക്കാർ എന്ന് പറയുന്നത് മിനർവയും സാറും മിസ്സും ഒക്കെയാണ്. പിന്നെ ഈ OMRഉം. പിന്നെ ഞാനൊരു കാര്യം ചെയ്തിരുന്നത്, എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് കറണ്ട് അഫയർ ആയിരുന്നു. മിനർവയിൽ വന്നത് മുതൽ മിസ്സ് പറയാറുണ്ട് അന്നുള്ള OMR എഴുതണമെന്ന്. അപ്പം എൻ്റെ കൂടെ കുറേ പേര് അന്നുള്ളത് എഴുതാറുണ്ടായിരുന്നു. കുറേ പേര് അവിടെ നിർത്തിപ്പോയി. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. സ്റ്റിൽ ഞാൻ ഇന്നും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ OMR നമ്മുടെ കറണ്ട് അഫയർ ഉണ്ടല്ലോ, പത്രം നോക്കി എഴുതാറുണ്ടായിരുന്നു. അതുകൊണ്ട് കറണ്ട് അഫയർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല. ഏത് പോസ്റ്റ് ചേഞ്ച് ചെയ്താലും ഞാനത് നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. ഇന്നും നമുക്കറിയാം അൽക്കാരസിനും പിന്നെ ഈ ടൂർണമെന്റിൽ വിജയിച്ചതുണ്ടല്ലോ, ചിലത്തോളം ഇംഗ്ലീഷും മാത്സും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മലയാളത്തിൽ എത്തിയപ്പോഴാണ് നമ്മൾ പഠിച്ച മലയാളം എന്നല്ല PSCൻ്റെ നമ്മൾ പഠിച്ച മുഴുവൻ മണ്ടത്തരാണെന്ന് മനസ്സിലായത് PSCക്ക് വന്ന സമയത്താണ്. അപ്പോൾ മോഹൻ സാർ ആയാലും ബാക്കി ഏത് അധ്യാപകരായാലും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ലൈബ്രറി, മിനർവയുടെ ലൈബ്രറിയിൽ മാക്സിമം ഞാൻ അവിടെ തന്നെയായിരുന്നു ഉണ്ടാവുക. PSC ബുള്ളറ്റിൻ്റെ വജ്രജൂബിലി പതിപ്പുണ്ട്, അതായിരുന്നു മറ്റൊരു സോഴ്സ്. അല്ലാണ്ട് ഞാൻ മറ്റുള്ള ഗൈഡുകൾ നോക്കാറുണ്ടായിരുന്നില്ല. ഒരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രഥമമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ സോഴ്സിലൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവും നമ്മളെക്കാട്ടും എന്താ പറയുക റിസർച്ച് ചെയ്യുന്ന പിള്ളേരാണ് അതിലുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാത്ത വന്നാൽ അവർ പറയും ഇന്ന തുല്യതാ ടെക്സ്റ്റിലെ ഇന്ന പേജിലെ ഇന്ന ഭാഗത്തു നിന്നായെന്ന് അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അപ്പോഴാണ് മനസ്സിലാവുക എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത്. നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ആളായിട്ടല്ല കോമ്പറ്റീഷൻ മനസ്സിലാക്കേണ്ടത്. ഇത്തരം വലിയൊരു പ്ലാറ്റ്ഫോം നോക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതൊന്നും അല്ല എന്ന് മനസ്സിലാവും. ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും എത്തിയൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും എനിക്കൊരു ഡിഗ്രി ലെവൽ മെയിൻസ് ക്രാക്ക് ചെയ്യാനുള്ള ബുദ്ധിയിൽ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ കുറച്ചുകൂടി പഠിക്കണം. എനിക്ക് തോന്നുന്നു UPSC നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ മേ ബി കണ്ടാൽ മാത്രമായിരിക്കണം. ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് വന്നാലും മിസ്സാർ എന്നെ വിളിക്കും, അമൃത വന്നിട്ട് നന്ദി അറിയുന്നത്. അപ്പം ഞാൻ പറയാറുണ്ടായിരുന്നു ഇതേമാതിരി ഇവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു റാങ്ക് വാങ്ങിയിട്ട് നിങ്ങളുടെ മുന്നിലൊക്കെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ സാധിച്ചു. ഇനി അടുത്തതൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഉറപ്പായിട്ടും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ക്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും PSC കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അത്രയേ ഉള്ളൂ പറയാനുള്ളൂ. താങ്ക് യു.